കാലത്താണ് തങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്നത്? ഗൺഷോട്ടും ഷെല്ലാക്രമണവും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ മുട്ടിലഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകും. ഇവിടുന്ന് അടുത്ത സ്റ്റേജിൽ നമ്മൾ വീട്ടിലെത്തുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എത്തിയാൽ പറയാം ആ ഒരു സ്റ്റേജ് ഗൺഷോട്ടിൽ തീരാവുന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. നമ്മൾ നോർമൽ ഡ്രസ്സിൽ ഒരു പ്ലക്കാർഡിൽ നമ്മുടെ പേര്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ, അതാണ് അവർ എഴുതി വയ്ക്കുന്നത്. താങ്കൾ വളരെ ഫേമസ് ആണ് കേരളത്തിൽ. അതെന്താണെന്നുള്ളത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലോകത്തിലെ ആദ്യത്തെ നേഴ്സായിട്ടാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലെ മാലാഖമാർ. ഒരു നേഴ്സുമാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആവില്ല. പലപ്പോഴും ഇവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാറുണ്ട്. ഇപ്പോഴും ആ പോരാട്ടം തുടരുകയാണ്. നമ്മുടെ നാട്ടിലെങ്കിലും അവർക്ക് ആ വേണ്ട വേതനം കൊടുക്കാൻ പലപ്പോഴും ഒരു മടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവർ വേറെ രാജ്യം തേടി പോകുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തും സഹോദരതുല്യനുമായ അനിലും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ്. രണ്ടുപേരും എൻ്റെ ഈഗിൾ കോച്ചിങ്ങിലൂടെയാണ് ഞാനിവരെ പരിചയപ്പെടുന്നത്. രണ്ടുപേരും നേഴ്സുമാരാണ്. പക്ഷെ ഇവരൊരു വലിയ സ്വപ്നം കണ്ടു. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഇവരുടെ ജീവിതാനുഭവങ്ങൾ ചിലപ്പോൾ നമുക്കൊക്കെ ഒരു പാഠപുസ്തകമായേക്കാം, പ്രത്യേകിച്ച് ഇതിൽ ടിൻസിയുടെ. ഈ രണ്ട് വ്യക്തികളുടെ സ്പാർക്കുള്ള കഥ കേൾക്കാതെ പോകരുത്. കാരണം സമൂഹത്തിൽ വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു ചെറിയ കാര്യം തുടങ്ങി അതിന്ന് സമൂഹത്തിൽ വലിയ ഒരു നന്മമരം വിതയ്ക്കുകയാണ് അവർ. നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ സ്പാർക്കുള്ള വേദിയിൽ എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് അനിലും ടിൻസിയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. അനിൽ, താങ്കളെ ഞാൻ കണ്ടുമുട്ടുന്നത് എൻ്റെ ഈഗിൾ കോച്ചിങ് പ്രോഗ്രാമിലാണ്. അന്നേ നമ്മൾ തമ്മിലൊരു സൗഹൃദമുണ്ട്. അതുവഴിയാണ് 2 തവണ ഞാൻ ടിൻസിയും കാണുന്നത്. അതോടൊപ്പം നമ്മൾ വിദേശത്തൊക്കെ ഒരുമിച്ച് പലതവണ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈഗിൾ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട്. അനിലിൻ്റെ നാട് എവിടെയാണ്? ഞാൻ നാട്ടിൽ പാലയാണ് സ്വദേശം, കോട്ടയം ജില്ലയിൽ. പാലക്കാരനാണ്. താങ്കളുടെ നാട് എവിടെയാണ്? ഞാൻ ആലപ്പുഴ, പുന്നമട. ആലപ്പുഴ. അപ്പോൾ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ് നിങ്ങളല്ലേ? ശരി, അനിൽ പഠിച്ചതൊക്കെ? സാർ, ഞാൻ നാട്ടിൽ പാലായിൽ തന്നെയാണ് പഠിച്ചത്, +2 വരെ. അതിനുശേഷം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഉള്ള ഒരു സെലക്ഷൻ പോലെ നഴ്സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ബാംഗ്ലൂരിലാണ് നഴ്സിംഗ് പൂർത്തീകരിച്ചത്. നഴ്സിംഗ് ബാംഗ്ലൂർ പഠിച്ചത് അല്ലേ? അപ്പോൾ താങ്കൾ പഠനം എവിടെയായിരുന്നു? ഞാനും +2 വരെ നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ക്രിസ്ത്യൻ കൾച്ചർ വെച്ചിട്ട് എല്ലാ ഫാമിലിയിൽ നിന്നും ഒരാൾ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ കമ്പൽസറി നഴ്സിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനും എൻ്റെ വീട്ടിലെ ഫസ്റ്റ് ബോൺ ആണ്. ഞാനും നഴ്സിംഗ് സെലക്ട് ചെയ്തു. എനിക്ക് തന്നെ. അപ്പം ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ബാംഗ്ലൂർ എന്തോ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും പഠിച്ചത് ഒരു കോളേജിലാണോ? അതെ, ഞങ്ങൾ പഠിച്ച ഒരു കോളേജിലാണ്. എൻ്റെ ജൂനിയർ ആയിരുന്നു ടിൻസി. അത് ശരി. അതെ. അപ്പോൾ ജൂനിയറിനെയാണ് പിന്നീട് ലൈഫ് പാർട്ട്ണർ ആക്കിയത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നഴ്സിംഗ് അത്ര എളുപ്പമൊന്നുമല്ല പഠിക്കാൻ. ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണല്ലോ. പഠിക്കാൻ എടുക്കാനായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സമയത്ത് പാസ്സായില്ല. അപ്പോൾ നമുക്കൊരു നഴ്സുമാർക്കൊരു കെട്ട് റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും സപ്ലിമെൻ്ററി എക്സാമിന് പോകുമ്പോഴത്തേനും ഈ റെക്കോർഡ്സ് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് ഹോസ്റ്റലൊക്കെ വെക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിക്കാൻ സ്ഥലമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബുക്സുകളും നമ്മുടെ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്ന ടിൻസിനെയാണ്. അപ്പോൾ ടിൻസി ഒരേ ക്ലാസ്സിലാണ് നിങ്ങൾ? അല്ലല്ല, പുള്ളിക്കാരൻ എൻ്റെ ജൂനിയറാണ്. ഞാൻ 4th ഇയർ പഠിക്കും, പുള്ളിക്കാരി ഫസ്റ്റ് ഇയർ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണ് ടിൻസി. അപ്പോൾ നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ് മൊത്തം ടിൻസിനെ ഏൽപ്പിച്ചിരുന്നത് റെക്കോർഡ്സ് എല്ലാം. അങ്ങനെ റെക്കോർഡ്സ് ഏൽപ്പിച്ച് എവിടെ വരെ എത്തി? അതെ, അങ്ങനെ റെക്കോർഡ്സ് ഏൽപ്പിച്ച അവസാനം ഞാൻ എൻ്റെ ഹൃദയം കൂടെ അങ്ങ് ഏൽപ്പിച്ചു. അതാണ് ഇപ്പോൾ രണ്ടുപേരും സ്പാർക്കിൻ്റെ വേദിയിൽ വന്നിരിക്കാൻ നിമിഷമായത്. ഞാൻ അനിലേക്ക് തന്നെ തിരിച്ചു വരാം. അനിൽ, അപ്പോൾ അത് പാസ്സായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി? ആ സമയത്ത് ഞാനൊരു 2009 നഴ്സിംഗ് കോഴ്സ് കഴിയണത്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞങ്ങളിങ്ങനെ ജോലി ചെയ്ത് നോക്കണം. അന്ന് ബേസിക്കലി മെയിൽ നഴ്സുമാർ ഏറ്റവും കൂടുതൽ നഴ്സുമാർ ഇറങ്ങിയ ഒരു സമയമാണ് ആ സമയം. ജോലികൾ ഭയങ്കര വിരളമാണ്. ബാംഗ്ലൂരിലോ നാട്ടിലോ ആൾക്കാർ എടുക്കുന്നില്ല, വളരെ തുച്ഛമായ ശമ്പളം. അങ്ങനെ ഞാൻ അന്വേഷിച്ച് എൻ്റെ ഒരു ആൻറ്റി നാഗ്പൂർ ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ നോർത്തിൽ. അങ്ങനെ ആൻറ്റിയുമായിട്ട് കണക്ഷനായി ഞാൻ അവിടെ നോർത്തിലേക്ക് നാഗ്പൂർ ചെന്ന് അവിടെ എൻ്റെ ആൻറ്റിയുടെ മോള്
ഹസ്ബൻഡ് ആ സമയത്ത് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണം. പുള്ളിക്കാരനെ പ്രഷർ ചെയ്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ ഒരു ഇൻ്റർവ്യൂവിന് സെറ്റാക്കി. അങ്ങനെ പുള്ളിക്കാരൻ റെക്കമെൻഡേഷൻ എനിക്കൊരു ജോലി കിട്ടി. എന്ത് ശമ്പളം? ആദ്യ ജോലി കയറുമ്പോൾ 3500 രൂപയാണ് നമ്മുടെ ശമ്പളം. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ നോർമലി ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിൽ 8 hours അല്ലെങ്കിൽ 6 hours ഡ്യൂട്ടി. പക്ഷേ ഇവിടെ ഞങ്ങൾ ചെന്നപ്പം അത് എനിക്ക് കിട്ടിയത് 12 hour ആയിരുന്നു. ആ 12 hour ജോലി ചെയ്യുമ്പം ആണ് നമുക്ക് ഈ പറഞ്ഞ ശമ്പളം വരുന്നത്. സ്ട്രഗിളിങ് ടൈം ആയിരുന്നു, ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പക്ഷേ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇരുന്ന് എല്ലാ ജോലികളും പെട്ടെന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ എത്ര നാളുണ്ടായിരുന്നു അവിടെ? അവിടെ ഒരു 6 മാസം എനിക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി വീണ്ടും ബാംഗ്ലൂർ വന്നു. ഇപ്പം ബാംഗ്ലൂർ വരുമ്പോഴത്തേന് എക്സാം പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ വീണ്ടും ലീവ് എക്സ് ഉണ്ടാവും, നമ്മുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, അവിടെ കുറച്ച് നാൾ സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു. സെയിം എക്സാമിന് പ്രശ്നമുണ്ട്. നമ്മൾ ഒരു മാസം ലീവ് എടുത്ത് വരും, പക്ഷേ നമുക്ക് ഒരു മാസം കൊണ്ട് എത്തിവിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കോൾ സെൻറ്ററിൽ ജോലി കയറി. കോൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കസ്റ്റമർ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുന്നത്, എങ്ങനെയാണ് കസ്റ്റമർ ഹാൻഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അതും ഈ പറഞ്ഞ ഡ്രോപ്പ് ചെയ്ത് എൻ്റെ ഒരു സീനിയർ ഫ്രണ്ട് വഴി, അനീഷ് എന്നാണ് പേര്, പുള്ളിക്കാരൻ എനിക്കൊരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്തു ഒരു ഹോം ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലോട്ട്. അങ്ങനെ ഹോം കെയറിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അങ്ങനെ ഹോം കെയറിൽ ഞാനൊരു നമ്മുടെ പുതിയൊരു എന്താ വഴി കണ്ടെത്തുവാണ് ചെയ്തത്. ഹോം കെയർ നമ്മൾ വീട്ടിൽ പോയി പോസ്റ്റ് ഡിസ്ചാർജ്. അതെ. ഞാൻ ബേസിക്കലി നമ്മൾ നാട്ടിൽ കാണുന്ന ഹോം കെയറും ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ടതും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്ന ഇപ്പം കോമൺലി ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പ്രായ ആൾക്കാരെ നോക്കാൻ വേണ്ടി തന്നെ വരുന്നു. അവിടെ വന്ന് അവിടുത്തെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഇൻക്ലൂഡിങ് കുക്കിംഗ്, ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ്, വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ട്രഡീഷണൽ സ്റ്റൈലാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, പ്യുവർലി ഹോം കെയർ. നമ്മൾ ഒരു അതിന് എന്തെങ്കിലും നല്ല വരുമാനം ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ആദ്യം എനിക്ക് കയറുമ്പം ആ പേഷ്യന്റ് ഫാമിലി എനിക്ക് ഓഫർ ചെയ്ത് 15,000 സാലറി ആയിരുന്നു. 3500 തുടങ്ങിയാണ്. 15,000 അന്നത്തെ കാലത്ത് വലിയ തുകയാണ്. ഏകദേശം അവിടെ സെറ്റിൽ ആവുന്ന ലക്ഷണം കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പേഷ്യന്റ് നമ്മൾ റിക്കവർ ചെയ്തു. കാരണം ഹോസ്പിറ്റലിൽ എനിക്കൊരു ആ സമയത്ത് 1-2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് ഞാൻ ഈ ഹോം കെയറിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ആ പേഷ്യൻ്റ് റിക്കവർ ചെയ്യാൻ പറ്റി. അത്യാവശ്യം സ്റ്റേബിലിറ്റി വന്നപ്പോഴത്തേനും നമ്മൾ പിന്നെ അടുത്തൊരു തൊട്ടപ്പുറം തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല, സ്ട്രോക്ക് വന്ന പേഷ്യൻ്റാണ്, കഴുത്തിൽ ട്യൂബ് ഉണ്ട്, നമ്മൾ ട്രക്കോസ്റ്റമി എന്ന് പറയും. അപ്പോൾ അതിന് ഒരു കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കിൽഡായിട്ടുള്ള നേഴ്സ് തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് എനിക്ക് കുറച്ചധികം വൈഡ് കണക്ഷൻസ് കിട്ടി. പേഷ്യൻ്റ് റിവ്യൂവിനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കാര്യങ്ങൾ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യാനുള്ള അവസരം കിട്ടി. അവിടുന്ന് ഡോക്ടേഴ്സ് തന്നെ വേറെ പേഷ്യൻസിനെ റെഫർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ചോദിച്ചു തുടങ്ങി വേറെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടോ ഇങ്ങനെ പേഷ്യൻ്റ് നോക്കാൻ. അങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ട്സിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. ഒരു കൺസോർഷ്യം. അപ്പോൾ താങ്കളുടെ ജീവിതം ഹോം കെയറിലാണെന്ന് ഏകദേശം ഒരു തീരുമാനമായി. ഞാനൊന്ന് തിരിച്ചോട് ചോദിക്കട്ടെ, അപ്പോൾ ഈ കാലയളവിൽ താങ്കൾ പഠനം കഴിഞ്ഞിട്ട് എന്താണ് ആദ്യത്തെ ജോലിയുടെ? ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലൊരു ഹോം ഹെൽത്ത് കെയർ കമ്പനിയിൽ തന്നെയാണ്. പക്ഷെ അത് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പോയതല്ല. ചെറിയൊരു ഡ്രോപ്പ് പോലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് കൊണ്ടുപോകായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി പേഷ്യൻസുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു 3 to 5 months ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഞാൻ അവിടെ കവറപ്പ് ചെയ്ത് അതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തു. തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. അവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്ത് നേരെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ BGS ഗ്ലോബലിൽ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ 2 years കണ്ടിന്യൂ ചെയ്തു. 2 years. 2 years കണ്ടിന്യൂ. അക്കാലത്താണ് താങ്കളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്നതല്ലേ? താങ്കൾ വളരെ ഫേമസ് ആണ് കേരളത്തിൽ. അതെന്താണെന്നുള്ളത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട്. എന്താ സംഭവിച്ചത്? ഞാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് BGSൽ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇത് സജസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു യമനിലേക്ക് പുറത്തേക്ക് പോവുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു ശീലമാണല്ലോ എല്ലാവരും വിദേശത്ത് പോകണം. യമൻ ഞാനും കേൾക്കാത്തൊരു കൺട്രിയാണ്. പക്ഷെ ഞാൻ പോകുമ്പോഴാണ് അങ്ങനെ ഒരു കൺട്രി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ലില്ല, ഇദ്ദേഹത്തോട് അഭിപ്രായമൊക്കെ ചോദിച്ചിരുന്നോ? അതെ. അപ്പോൾ ആ സമയത്ത് ചേട്ടായി പാരലായിട്ട് സൗദി റിക്രൂട്ട്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സെയിം എമൗണ്ട് സ്പെൻഡ് ചെയ്ത് തന്നെ ഞാൻ പോകുന്നത്. അപ്പോൾ ചേട്ടായിയുടെ അഭിപ്രായം ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടായി പറഞ്ഞു അതത്ര സേഫ് ആയിട്ടുള്ളൊരു കൺട്രി അല്ല, പോകണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ വീട്ടിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ട് വീട്ടുകാർക്ക് അതൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരിത്. അങ്ങനെ വീട്ടുകാരുടെ റെഫറൻസിലാണ് അവിടെ പോകുന്നത്. അതെ. അത് കൺട്രി സേഫ് അല്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനസ്സും എടുത്തു പോയി. പിന്നെ അവിടെ ചെന്ന് ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ പതിയെ ഇതാണ് ലൈഫ് എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കും പതിയെ ലാംഗ്വേജ് പഠിച്ചു.
പിന്നെ എൻ്റെ ഷിഫ്റ്റിൽ ഞങ്ങളൊരു 6 പേരാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ, മലയാളികൾ. അപ്പോഴത്തേക്കും എൻ്റെ ഷിഫ്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലാംഗ്വേജ് പഠിച്ചേ പറ്റുള്ളൂ അവിടെ ഉള്ളവരുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ മിങ്കിൾ ചെയ്ത് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ ഒരു എമർജൻസി ഡ്രഗിൻ്റെ ഒരു കബോർഡ് സെറ്റ് ചെയ്തു. എല്ലാ പേഷ്യൻസിനെയും ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ പ്രൊസീജിയർ ബേസ് ചെയ്ത് ശീലിച്ചതുകൊണ്ട് നമ്മൾ അവിടെയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മുടെ പേര് അവർക്ക് കിട്ടില്ലെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അവർ വിളിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ പേഷ്യൻസ് ഒരു ദിവസം നമ്മൾ 25-26 പേഷ്യൻസിനെയാണ് ഒരു സമയം ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു ഓൺകോളജി സെൻറ്ററിലാണ് വർക്ക് ചെയ്തത്. കീമോയാണ് മെയിൻ നമ്മൾ ചെയ്യുന്ന ജോലി. അപ്പോൾ ഒരു ദിവസം 25-26 പേഷ്യൻസിനെ നമ്മൾ അറ്റൻഡ് ചെയ്യും ഒരു 6 hours ഡ്യൂട്ടിയുടെ ഇടയിൽ. പിന്നെ അവിടെ വാറ് വന്നു. യുദ്ധം വരുന്നത്. അതെ, ആ സമയത്ത് വലിയ ഇൻസിഡന്റ് ആയിരുന്നു. എന്തായിരുന്നു അത്? ആ സമയത്ത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ പകുതി കാര്യങ്ങൾ അറിയുന്നില്ല. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ന്യൂസ് അറിഞ്ഞു വരുന്നത്. അപ്പം അവർ നമ്മളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്തു. പക്ഷെ നമുക്ക് അവർ നേരത്തെ തന്നെ പാസ്പോർട്ടൊക്കെ തന്നു. സാധാരണ നമ്മൾ ലീവിന് പോകുമ്പോഴേ പാസ്പോർട്ട് തരുള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് തന്നു. ആ പാസ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് പിന്നെ ഒരു സ്റ്റേജിൽ ഹോസ്പിറ്റൽ ഷട്ട് ഡൗൺ ചെയ്യുക. പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത്. പേഷ്യൻസിന് പുറത്തുനിന്ന് എടുക്കുന്നില്ല, ഹോസ്പിറ്റൽ വർക്കിംഗ് ഒന്നും നടക്കുന്നില്ല. പിന്നെ ഒരു ദിവസം കീമോ പേഷ്യൻസ് ആയതുകൊണ്ട് അവർക്ക് റെഗുലർ ഇഞ്ചെക്ഷൻസ് കിട്ടിയേ പറ്റുള്ളൂ. ഒരു ദിവസം എന്നോട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റൺ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡോക്ടർ ഞങ്ങൾ ബാക്കിയുള്ള നഴ്സുമാരെല്ലാവരും കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത്യാവശ്യം നമുക്ക് കൊടുക്കേണ്ട ഇഞ്ചെക്ഷൻസ് ഉള്ള പേഷ്യൻസിനെ ഞങ്ങൾ പർദ്ദയെല്ലാം ഇട്ടുകൊണ്ടാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറേ ആയിരുന്നില്ല. അപ്പോൾ ഒരാൾ നമ്മളെ വന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ മെഡിസിൻ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നിങ്ങളെവിടെ സ്റ്റേ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഗ്രില്ലിൻ്റെ അവിടെ വന്ന് പുള്ളി ഫ്രീക്വൻ്റ്ലി ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് അവരിൻ്റെ അകത്ത് കയറിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അവിടെ കയറിയിട്ടില്ല. പക്ഷേ ഈ സമയം കൊണ്ട് ഞങ്ങൾ 3 റൂമിലായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. 4ാമതൊരു റൂം പോലെയാണ് ടോയ്ലറ്റ് ഉള്ളത്. അപ്പം ഗൺഷോട്ടും ഷെല്ലാക്രമണവും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ മുട്ടിലഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകും. അപ്പോൾ ഇത് അടുത്ത ബിൽഡിങ്ങുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. നമ്മൾ പുറത്തായിട്ട് നമുക്ക് ന്യൂസ് ഒന്നും അറിയാൻ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശരിക്കും എക്സാക്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, അത്രയും മാത്രമേ നമുക്കറിയുള്ളൂ. ഞങ്ങൾ പിന്നെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി, ഗൺഷോട്ടിൻ്റെ എല്ലാം. പിന്നെ ഞങ്ങൾ മുട്ടിലഴിഞ്ഞ ബാത്റൂമിൽ പോകലും വരലും എല്ലാം. പിന്നെ രാത്രി മിഡ്നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ ഷെല്ലാക്രമണം എല്ലാം ഉള്ളത്. ഞങ്ങളുടെ റൂമിൻ്റെ AC തന്നെ പോയി. ഇത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഹാഫ് പോർഷൻ ഗ്ലാസ്സാണ്, ഹാഫ് പോർഷനാണ് വുഡനുള്ളത്. അപ്പം നമ്മൾ ഗൺഷോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഷെല്ലാക്രമണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ടിലിൻ്റെ അടിയിലാണ്. അതെല്ലാം ലൈവായിട്ട് ഫോണിൽ കേട്ടോണ്ടിരുന്ന ഒരാളായത്. ആ സമയത്ത് ഫോൺ വിളിച്ചുകൊണ്ട് കാരണം നമുക്ക് അറിയില്ല അടുത്ത സ്റ്റേജിൽ നമ്മളുണ്ടോ ഇല്ലേന്ന് അറിയില്ല. വീട്ടിൽ ചാച്ചനെയും വിളിക്കും, ചേട്ടായിനെയും വിളിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മിണ്ടാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ലാസ്റ്റ് അവർ ഒരു സ്റ്റേജിൽ അവരെന്നോട് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം, നഴ്സിംഗ് സൂപ്രണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 6 പേർക്ക് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നഴ്സിംഗ് സൂപ്പർവൈസറിൻ്റെ അടുത്തും നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ അടുത്തുമായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവരും സെറ്റ് ചെയ്തു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ 4 പേര് വരാൻ വില്ലിങ് ആയില്ല. അപ്പോൾ ഈ നാട്ടിൽ ഈ സംഭവം ഇത് അറിയുന്നില്ലേ? വീട്ടിലറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് KC വേണുഗോപാലിനെ അപ്രോച്ച് ചെയ്തു, എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് 2 സിമ്മ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ ഉള്ളവർക്ക് തമ്മിൽ വിളിക്കാനായിട്ടൊരു സിമ്മുണ്ട്. അപ്പോൾ ആ സിമ്മ് വഴി അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസുമായിട്ട് കണക്റ്റഡായി. അവിടെ ഉള്ളവരുമായിട്ട് നമ്മുടെ പാസ്പോർട്ടെല്ലാം ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടു. അപ്പോൾ ഫസ്റ്റ് ഷിപ്പിൽ തന്നെ കയറി വരാനുള്ള പെർമിഷൻ എല്ലാം കിട്ടി. പക്ഷേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗമില്ല. അങ്ങനെ KC വേണുഗോപാൽ വഴി ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഒരു പഞ്ചാബി ഓഫീസർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഏത് നേരമാണേലും എൻ്റെ കോള് കട്ടാവും, എനിക്ക് വിളിക്കാൻ പറ്റില്ലെന്ന് വരില്ല. അപ്പോൾ എന്നെ തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷിപ്പിൽ കയറുന്നിടം വരെ ആ സാർ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ അത് അപകടമല്ലേ? റിസ്ക്കാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നാലും റിസ്ക്കാണ്, അവിടെ നിന്ന് പോന്നാലും റിസ്ക്കാണ്. പക്ഷെ നമുക്കറിയില്ല ഇറങ്ങാൻ എന്താണ് മാർഗം കണ്ടുപിടിച്ചത്. അന്ന് നമ്മൾ നഴ്സിംഗ് സൂപ്രണ്ട് സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു വീട്ടിലേക്ക് പോര്, അവിടെ ലോക്കലാണ്. അപ്പം യമനിയാണ്. അപ്പോൾ അവിടേക്ക് പോര്, ബാക്കി അതിന് ശേഷമുള്ള നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചു. ബാക്കിയുള്ളവർ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇനി അവിടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഞങ്ങൾ 2 പേര് ഇറങ്ങി ഞങ്ങൾ പോണ വഴിക്ക് 3 സ്ഥലത്ത് ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത്. ഞങ്ങൾ 3-4 ഇരട്ടി പൈസ മുടക്കിയാണ് ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ള പുള്ളിക്കാരുടെ വീട്ടിൽ. പൈസ ചോദിക്കുകയാണ്. നമ്മൾ ടാക്സിക്കാരൻ വരുന്ന അവരുടെ ലൈഫ് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തൊരു സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ആ ഒരു എമൗണ്ട് കൊടുത്താൽ മാത്രമേ അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുള്ളൂ. ആ പൈസയിൽ നമ്മൾ പുള്ളിക്കാരിയുടെ വീട്ടിൽ വന്നു. പുള്ളിക്കാരി നെറ്റ് കണക്ട് ചെയ്ത് തന്നു. ചേട്ടായി മീൻ വയലിൽ കോൺടാക്ട് ചെയ്തു. വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. എല്ലാ ചാനൽസിൻ്റെ നമ്പർ തന്നു. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തമ്മിൽ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് തന്നു. വീട്ടിൽ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ വീണ്ടും KC വേണുഗോപാലിനെ പ്രഷർ ചെയ്തു. അപ്പം എനിക്ക് കോള് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ നോർമലുള്ള സ്റ്റാൻഡിൽ നിന്ന് മാറി ഞാൻ അവർക്ക് പ്രഷർ എടുക്കാൻ തുടങ്ങി. എന്തായാലും പോയേ പറ്റുള്ളൂ, സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. അവർ ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അവർ അറേഞ്ച് ചെയ്ത് തന്നു. പോണ വഴിക്ക് പോർട്ട് വരെ പോണ വഴിക്ക് 8 സ്ഥലത്ത് അവർ ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ പേഷ്യൻസ് പോകുന്ന പോലെ ആംബുലൻസിൻ്റെ ബാക്ക് സൈഡിലിരുന്നാണ് പോകുന്നത്. 8 സ്ഥലത്ത് അവർ ബ്ലോക്ക് ചെയ്ത് പക്ഷേ നേഴ്സ് എന്നുള്ളൊരു റെസ്പെക്റ്റ് അവർ തന്ന് ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പം നിങ്ങൾ തുറന്നു പറഞ്ഞു നേഴ്സാണ്, ഭാഷ കുറച്ച് അറിയാം. ആ സമയത്ത് അറിയാമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുന്നത്. നമ്മൾ കറക്റ്റ് ഫിലിമിൽ കാണുന്നതാണെങ്കിൽ നമ്മുടെ ടേക്ക് ഓഫ് ഫിലിമിൽ കാണുന്ന പോലെ സെയിം അറ്റ്മോസ്ഫിയർ തന്നെ. തോക്കൊക്കെ ചൂണ്ടി ആരാണെന്ന് ചോദിക്കുന്നു, ID കാർഡ് ചോദിക്കുന്നു, അതെ നിങ്ങൾ നേഴ്സാന്ന് പറയുന്നു. അത് മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതെ, നമുക്ക് വിറക്കാണ്. അത് ശരിക്കും നമ്മൾ ഇവിടുന്ന് അടുത്ത സ്റ്റേജിൽ നമ്മൾ വീട്ടിലെത്തുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എത്തിയാൽ പറയാ എത്തിയെന്ന് ആ ഒരു സ്റ്റേജ് വൺ ഷോട്ടിൽ തീരാവുന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്നതെല്ലാം ഒരു രണ്ടുപേര് കൂടി വന്ന് ഫേസ് കവർ ചെയ്ത് ഗണ്ണുമായിട്ട് വന്നതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ മുഖം കാണിച്ച് ഐഡിയും കാണിക്കണം. അതെ, മുഖം കാണിച്ച് നമ്മുടെ ID കാണിക്കുക. നമ്മുടെ കയ്യിൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളപ്പോഴത്തേക്കും MN-ലുള്ളവരല്ല എന്നുള്ളൊരു പ്രിവിലേജും നമ്മൾ നേഴ്സാണെന്നുള്ളൊരു പ്രിവിലേജിലാണ് നമ്മളെ കടത്തി വിടുന്നത്. പോർട്ടിൽ വന്നു നമ്മളൊരു 185 പേരോളം അതിലുണ്ടായിരുന്നു. നമ്മൾ എൻട്രി ചെയ്യുന്നത് നമ്മൾ നോർമൽ ഡ്രസ്സിൽ ഒരു പ്ലക്കാർഡിൽ നമ്മുടെ പേര്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ, അതാണ് അവർ എഴുതി വെക്കുന്നത്. ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ എന്നിട്ട് ഫോട്ടോ എടുക്കുക. അതായത് അതെ, നമ്മളിപ്പോൾ ആ ഷിപ്പിലിരുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി മരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡ്രസ്സിൽ തന്നെ അല്ലേ. അപ്പോൾ ആ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഒരു മാനസികമായി നമ്മൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത്. ചാച്ചനെ അവർ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചതിന് ശേഷമാണ് അവർ വിളിക്കുക എന്നുള്ളൊരു സ്റ്റേജ്. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ പിന്നെ അകത്തേക്ക് എൻ്റർ ആകുന്നു. അപ്പോൾ 2 മലയാളികളുണ്ടായിരുന്നു ഓഫീസേഴ്സ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മെൻ്റലി നല്ല സപ്പോർട്ട് തന്നു. അപ്പോൾ അവരെങ്ങോട്ട് ഈ ഷിപ്പ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്ന ഷിപ്പ് അത് നമുക്കറിയില്ല. ഞങ്ങളോട് ജസ്റ്റ് ഷിപ്പിൽ കയറിക്കോ, നിങ്ങളെ കൊണ്ടുപോകാൻ വന്നേക്കുന്നതാണ്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥ മാത്രം. പിന്നെയാണ് അവർ നമ്മളോട് സംസാരിച്ച് നമ്മളെ ഫ്രീ ആക്കുമ്പോഴാണ് അവർ പറയുന്നത് 12 മണിക്കൂർ ട്രാവൽ ചെയ്ത് ജിബൂട്ടി എന്നുള്ളൊരു കൺട്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജിബൂട്ടി, അത് ഞാൻ കേൾക്കാത്തൊരു കൺട്രി. ആഫ്രിക്കയിലാണ്. അതൊന്നും അറിയില്ല. ഇല്ല, എങ്ങോട്ടോ പോകുന്നു. അവർ കൊണ്ടുപോയി പോകുന്ന ആ വഴിക്ക് അവർ പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടെന്ന്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരെയും ഫ്ലൈറ്റിന് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ആയിട്ടില്ല. അങ്ങനെയുള്ള ടോക്ക് നടക്കുന്നത്. ഒരു പാർട്ടി ഹോളിൽ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് 2 മൊബൈൽ, കാരണം വേറൊരു കൺട്രിയാണ്, വിളിച്ചാൽ കിട്ടത്തില്ല. 2 മൊബൈൽ തന്നിട്ട് എല്ലാവരും വീട്ടിൽ വിളിച്ച് സേഫായിട്ട് ഉണ്ടെന്ന് പറയാൻ പറയും. അങ്ങനെ ഞാൻ 2 പേരെ ചാച്ചനെ വിളിച്ചു. അതെ, ഒരു പ്ലഗ് പോയിന്റിൽ 2 മൊബൈലും കുത്തിയിട്ടിട്ട് 2 സൈഡിൽ ക്യൂ നിൽക്കുക. നമുക്കൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത്രയും മാത്രം പറയണം. ഞാൻ വരുന്നുണ്ട്, ജീവനോടെ. ചാച്ചനെ വിളിച്ചു, ചേട്ടാനെ വിളിച്ചു, 2 പേരെ വിളിച്ചു പറഞ്ഞു. ഫസ്റ്റ് കോള് ചേട്ടാനെ വിളിച്ചു, കാരണം ചേട്ടായുടെ കയ്യിൽ ചാച്ചൻ്റെ നമ്പറുണ്ട്. അപ്പം ചാച്ചൻ എന്തായാലും പറയാനുള്ള കാര്യം എന്തായാലും കേൾക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ചാച്ചനെ വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു. 2ാമത് റൗണ്ട് ചെയ്ത് ഫോൺ വന്നപ്പോഴത്തേക്കും വീണ്ടും ചാച്ചനെ വിളിച്ചു പറഞ്ഞു ഞാൻ സേഫാണ്, ഞാൻ ഇന്ന സമയത്ത് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാക്കിയുള്ള 185 പേരെന്ന് പറഞ്ഞാൽ പല പല രാജ്യക്കാരാണോ? ഇല്ല, നമ്മളെ ഇന്ത്യൻസ് തന്നെയാണ്, പക്ഷെ പല പല സ്റ്റേറ്റിലുള്ളവരായിരുന്നു. നിങ്ങൾ മലയാളികൾ 2 പേരുണ്ടായിരുന്നുള്ളൂ? ഇല്ല, വേറെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ 2 പേരാണ്. പിന്നെ അവിടുന്ന് എങ്ങനെ അവിടുന്ന് പിന്നെ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്, ആർമിയുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റിൽ ഞങ്ങളെ കൊണ്ടുവരും. നമ്മൾ ടേക്ക് ഓഫിലൊക്കെ കാണുന്ന സെയിം, അതായത് ആർമിയുടെ ഫ്ലൈറ്റിലൊക്കെ കയറിയാണ് നേവിയുടെ ഷിപ്പിൽ ആർമിയുടെ ഫ്ലൈറ്റിൽ അതിലാണ് ഇവിടെ എത്തിയത്. അതെ,
അത് ശരി. അപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ സിറ്റുവേഷൻ എന്താണ് ഇവിടെ? വന്നിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഉമ്മൻചാണ്ടി സാറായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് വന്നിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. നമുക്ക് ഉമ്മൻചാണ്ടി സാറ് 2000 രൂപ വെച്ചിട്ട് എല്ലാവർക്കും തരുന്നു. അതേപോലെ തന്നെ വരുന്ന എല്ലാ ന്യൂസ് ചാനൽസും വന്ന് നമ്മളോട് ഇന്റർവ്യൂ സംസാരിക്കുന്നു, നമ്മളോട് സിറ്റുവേഷൻസ് ചോദിക്കുന്നു. ആ ചോദിക്കുന്ന നെക്സ്റ്റ് ഡേയിലുള്ള എല്ലാ പത്രത്തിലും ഞാനുണ്ട്. ടിൻസിയുടെ പടമുണ്ട്. ഞാനുണ്ട്, എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ ഇട്ട് 2015 ഏപ്രിൽ പത്രത്തിൽ. അതിനു മുമ്പ് ലാസ്റ്റ് നോയമ്പ് നടക്കുന്ന സമയം 40ാമത്തെ വെള്ളിക്ക് എൻ്റെ പള്ളിയിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവനോട് വരാൻ വേണ്ടിയിട്ട് പള്ളിയിലുള്ളവരെല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇവിടുന്ന് പോകുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. തിരിച്ചു വന്നത് എല്ലാവരും അറിഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തിരിച്ചു വന്നത് പള്ളിയിൽ ചെല്ലുമ്പോൾ നീ പോയത് ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ വന്നത് എല്ലാവരും അറിഞ്ഞു എന്ന് പറഞ്ഞു. വന്നത് ഒരു 1.5 വരവായി പോയെന്നേ മാത്രമേ ഉള്ളൂ. അതൊരു ജീവിതത്തിലെ വലിയ അനുഭവമായിരുന്നു. പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട്. കാരണം തിരിച്ചു വന്ന് ഇനി ചോദ്യചിഹ്നമുണ്ട്. അന്ന് ലക്ഷങ്ങൾ മുടക്കി പോയതല്ലേ? മുടക്കിയ പൈസ പോലും തിരിച്ചുണ്ടാക്കാതെ വരുന്ന. പിന്നെ എന്ത് ചെയ്തു? ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. തിരിച്ച് വന്നു കഴിഞ്ഞ് വരുന്നത് ഒരു ടെൻഷൻ, ഒരു ട്രോമയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനി എന്തെന്നുള്ളത് കാരണം നമ്മൾ ഫിനാൻഷ്യൽ ബേർഡനേക്കാളും ഉപരി നമ്മളിനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കും? എല്ലാവരുടെയും ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. പുറത്തേക്ക് പോയിട്ട് കിട്ടിയതാണ് ഇങ്ങനെ ഒരു അനുഭവം. ഇനി എങ്ങോട്ട് പോകും, എന്ത് വിശ്വസിക്കും എന്നുള്ളൊരവസ്ഥയിൽ ഒരു 10 ദിവസം വീട്ടിൽ നിന്നു. അതിനുശേഷം ചേട്ടായിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. കയറി വരുവാണെങ്കിൽ പോരാൻ പറഞ്ഞു ബാംഗ്ലൂർക്ക്. അങ്ങോട്ട് പോരാൻ പറഞ്ഞു. വന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. നേരെ അണിലോട് ഒരു 1.5 അനുഭവമായി പോയാണ്. ഇത്രയൊന്നും എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു ചെറിയൊരു സൂചനയെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആ സമയത്ത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ലില്ല. എന്ത് തരത്തിൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്? കാരണം പാവം അവരുടെ കുടുംബം എത്രയോ കടം വാങ്ങി ലക്ഷങ്ങൾ മുടക്കി വിട്ടു. ഒരു തിരിച്ചടി ഉണ്ടായി, മാനസികമായി തകർന്നിരിക്കുക. നിങ്ങൾ ആ സമയത്ത് അവിടെ എന്ത് ചെയ്യാനില്ലേ? ഞാൻ 2014 ഞാനൊരു ചെറിയൊരു ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയൊരു ഏജൻസി പോലെ നമ്മൾ ഹോം ഹെൽത്ത് കെയറിന് വേണ്ടി തന്നെ, ഒരു പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കെയറിന് വേണ്ടി തന്നെ ഒരു സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചായിരുന്ന സമയത്ത്. അപ്പോൾ അതൊരു ചെറിയ വിസിറ്റിംഗ് കാർഡിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. പക്ഷേ ഒരു വിത്തിൻ 6 months എനിക്കൊരു നല്ലൊരു ഷോപ്പും ഒരു ഓഫീസുമായിട്ട് എനിക്കത് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. അങ്ങനെ ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഷോപ്പ്? സർജിക്കൽ ഷോപ്പ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ താങ്കൾ ആ ജോലി ചെയ്തപ്പോൾ നല്ല വരുമാനം കിട്ടിയപ്പോൾ താങ്കൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. യെസ്, കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അത് എന്താ പേരിട്ടത്? അതിന് ഞങ്ങൾ ആ സമയത്ത് എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, എന്നെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത എൻ്റെ സീനിയർ ഉണ്ടായിരുന്നു ഹോം ഹെൽത്ത് കെയർ തന്നെ, അനീഷ് എന്ന് ഞാൻ പേര് പറഞ്ഞായിരുന്നു. പുള്ളിയും ഞാൻ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അതിനൊരു അന്നിട്ട പേര് വി കെയർ ഹെൽത്ത് സൊല്യൂഷൻസ് എന്നുള്ളൊരു പേരാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ ഒരു പ്ലാൻ ചെയ്തു. പക്ഷേ അനീഷേട്ടന് കുറച്ച് ഫാമിലീസ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കായ പോലെ ആയിപ്പോയി വീണ്ടും. പക്ഷേ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ ടിൻസിയായിട്ട് സജസ്റ്റ് ചെയ്തു. ടിൻസി പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുക, പേടിക്കാനൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. അന്ന് ധൈര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ മൂലധനമായിട്ട് വേറെ ഒന്നുമില്ല. ധൈര്യം കൊണ്ട് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഓഫീസൊക്കെ ആയി. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റാഫിനെ ഹോം ഹെൽത്ത് കെയർ എന്നുള്ള സെഗ്മെൻറ്റിൽ ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു നഴ്സിനെ നമ്മൾ വീട്ടിൽ അപ്പോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ, പേഷ്യൻ്റ് കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അറിയണത് അവിടെ മിക്ക സാധനങ്ങളും കാണത്തില്ല എന്നുള്ളത്. പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കെയർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ആബ്സെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഗ്ലൗസ് ആയിരിക്കാം, മാസ്ക് ആയിരിക്കാം, സാനിറ്റൈസർ ആയിരിക്കാം, ഒന്നും കാണത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ഭയങ്കര അൺസർട്ടനിറ്റിയാണ്. അപ്പം ഈ അവരുടെ കംഫർട്ടും പേഷ്യൻ്റ് കംഫർട്ടും, അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പേഷ്യൻ്റ് ഫാമിലി ഇതിനുവേണ്ടി ഓടാൻ പോണേ. അപ്പോൾ നിയറസ്റ്റ് ചിലപ്പം മെഡിക്കൽ സ്റ്റോർ ചെയ്ത് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല. അന്നത്തെ കാലത്ത് അഡൾട്ട് ഡയപ്പറും ഇത്ര പോപ്പുലർ അല്ല, ബേബി ഡയപ്പേഴ്സും അഡൾട്ട് ഡയപ്പറും പോപ്പുലർ അല്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു പേഷ്യനെ കെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുന്നതിന് മുമ്പ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തത്തിലേക്ക് ഞങ്ങൾ മാറി. അപ്പം പേഷ്യൻ്റ് ഫാമിലീനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന കാര്യങ്ങൾ വേണം, ഇല്ലെങ്കിൽ നിങ്ങളവിടെ ചില ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പേഷ്യൻസ് എല്ലാ അത്യാവശ്യം പ്രീമിയം കസ്റ്റമേഴ്സ് തന്നെയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ അപ്പോളോ ഫോർട്ടീസ് ഒക്കെ പോലെയുള്ള ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പേഷ്യൻസാണ്. അപ്പോൾ അവർക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ അവൈൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ബെഡ് പേഷ്യൻസ് ആണെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ് അത് അവർക്ക് വേണം പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ റെൻറ്റ് നമ്മൾ അവൈൽ ചെയ്യാൻ തുടങ്ങി. ഓക്സിജൻ സപ്പോർട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു പ്ലാറ്റ്ഫോം ആയി ആ സമയത്ത്. അങ്ങനെ ഉറപ്പായിട്ടും ഓപ്പറേഷൻ സൈഡിലേക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിൻസിനെ ഇൻവൈറ്റ് ചെയ്തു, കയറി പോരെ, ഞാനവിടെ PG അറേഞ്ച് ചെയ്ത് തരാം,
എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നു. ആദ്യം പുള്ളിക്കാരി ഹോം കെയർ പേഷ്യൻ്റ് കൊടുത്തില്ല, പേഷ്യൻ്റ് നോക്കാനാണ് ആദ്യം പോയത്. ഒരു പേഷ്യൻറ്റിനെ സെയിം അതുപോലെ ഒരു ക്യാൻസർ പേഷ്യൻ്റിനെയാണ് പുള്ളിക്കാരി ആദ്യം കെയർ ചെയ്യണേ. ഡേ ടൈം മൊത്തം ലാസ്റ്റ് സ്റ്റേജിലേക്കുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു പോകുന്നത്. അങ്ങനെ ആ പേഷ്യൻ്റ് കാരണം അദ്ദേഹത്തിന് വരുമാനം ആവശ്യമുണ്ട്, വീട്ടിലേക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ചെന്നൈയിലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രൊഫഷണലി എനിക്ക് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈറ്റി സ്റ്റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ നമ്മൾ പ്രിക്ക് ചെയ്ത് വെള്ളം എടുക്കുന്ന ഒരു ഇത്. ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് വരാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് സംസാരിച്ച് വീട്ടുകാരും ഡോക്ടേഴ്സും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ 2 ലിറ്റർ വെള്ളം പേഷ്യൻ്റെ അടുത്ത്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ആ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസുകൾ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യ കാലങ്ങളിൽ 12 hour ഡ്യൂട്ടി ഡേ അല്ലെങ്കിൽ നൈറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ചെട്ടൈഡസ് കൂടെയാണ് ആ ജോലി ചെയ്ത്. അപ്പോൾ പൈസ വീട്ടിൽ അയക്കാനും പറ്റും. ഇതിങ്ങനെ പോയാൽ പോരല്ലോ, ഒരു കല്യാണമൊക്കെ നടത്തട്ടെ. തീർച്ചയായിട്ടും. പിന്നെ എന്ത് സംഭവിച്ചു? ഞങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചു. എൻ്റെ വീട്ടിൽ ആദ്യം കാര്യം പറഞ്ഞു, പുള്ളിക്കാരുടെ വീട്ടിലും പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി ടിൻസിയുടെ പേരൻസിന് ആദ്യം കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫൈനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് വേണമല്ലോ. നഴ്സിംഗ് പഠിപ്പിച്ചത് ഉറപ്പായിട്ടും എല്ലാ ഫാമിലി നഴ്സുമാർ പഠിപ്പിക്കും. എല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ഫാമിലി എന്നുള്ള ആൾക്കാരാണ് കൂടുതൽ നഴ്സിംഗ്. അനിലിൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. എന്നെ സപ്പോർട്ടീവ് ആയിരുന്നു. ഒറ്റ ചോദ്യം ചോദിച്ചല്ലോ, നമ്മുടെ കൂട്ടരാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. സ്വാഭാവികമായിട്ട് അതെ, നമ്മുടെ കൂട്ടരാണോ, സെയിം കാസ്റ്റ് ആണോ അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിൻസി അവതരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു? എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, നീ അടുത്ത എവിടെയെങ്കിലും പോകണം, പുറത്തേക്ക് പോകണം. അപ്പം എനിക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്കിലുള്ള നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നമുക്ക് പുറത്ത് പോയില്ലേലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ആ ഒരു കോൺഫിഡൻസ് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് മാരേജിൻ്റെ ലെവലിലേക്ക് പോയി. ബാംഗ്ലൂർ വേണമെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്തില്ല. ഇല്ല, നമ്മൾ 2 പേരും വീട്ടിൽ മൂത്ത ആൾക്കാരാണ്. പിന്നെ നമുക്ക് ഫാമിലിയുടെ ആ ഒരു ബോണ്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവരുടെ അനുഗ്രഹങ്ങളോട് തന്നെയാണ് മാരേജ്. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ബ്ലെസ്സിങ്സ് എപ്പോഴും വേണമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അതെ അതെ. ഓക്കെ, താങ്കളുടെ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരാം. പിന്നീട് അത് വളർന്നോ? അത് ഉറപ്പായിട്ടും ഓബിയസ്ലി വളർന്നു. ഇനിഷ്യലി ഞങ്ങളൊരു 4 പേഷ്യൻസും 4 സ്റ്റാഫായിട്ട് തുടങ്ങിയ സ്ഥാപനം വളർന്ന് ഞങ്ങളിപ്പോൾ കഴിഞ്ഞൊരു 12 കൊല്ലമായിട്ട് ബാംഗ്ലൂരിലുണ്ട്. 12 കൊല്ലം കഴിഞ്ഞു. ഒരു 10,000-ന് മേളിൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 10,000-ന് മേളിൽ പേഷ്യൻസിനെ ഞങ്ങൾ കെയർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ആ ഒരു രീതിയിലേക്ക് എത്തി. ശരിക്കും വളർന്നു അല്ലേ? ശരിക്കും വളർന്നു. ഓബ്വിയസ്ലി ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് അത്രയും വലുതാണ്. കാരണം ബാംഗ്ലൂർ പോലൊരു മെട്രോ സിറ്റിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഞാൻ പറഞ്ഞ പോലെ അപ്പോളോ ഫോർട്ടീസ് അങ്ങനെയുള്ള എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 5000 ബെഡ് കപ്പാസിറ്റീസ് ഉണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രം. അതായത് പ്രീമിയം കസ്റ്റമേഴ്സ് തരുന്ന ഹോസ്പിറ്റലിൽ. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും നമ്മളൊരു പെർസെൻറ്റേജ് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% ഒക്യുപ്പൻസി കാണും. അതിലൊരു 30 to 40% പേഷ്യൻസ് എല്ലാ ദിവസവും ഡിസ്ചാർജ് ആവുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു 1000 ബെഡ് കപ്പാസിറ്റിയിൽ ഒരു 200 പേഷ്യൻസിലും മിനിമം ഡിസ്ചാർജ് ആവുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ 5000 വരുമ്പോഴത്തേനും ഊഹിക്കാന്നുള്ള കാര്യമുള്ളൂ. അതിലൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതിലൊരു 50% ആൾക്കാർക്കും എന്തെങ്കിലും ഒരു തരം സർവീസ് ആവശ്യമാണ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കെയർ എന്ന് പറയുന്ന സംഭവം നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ എന്ന് പറയാം. പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സ്റ്റാഫ് മാൻ പവർ ഇല്ല. നമ്മൾ 2 പേര് തുടങ്ങി എന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര പേരുണ്ട് എംപ്ലോയീസ്? ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 200ഓളം എംപ്ലോയീസ് ഉണ്ട് ടോട്ടൽ. 200 തൊഴിൽ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ വളർന്നു. അതിനേക്കാൾ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ഞങ്ങൾ ഈ 2025 വി കെയർ എന്നുള്ള ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനി ആയിരുന്നല്ലോ, അത് ഞങ്ങളൊന്ന് റീമോഡിഫൈ ചെയ്തു. ഞങ്ങൾ മെഡിക്സ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലേക്ക്, മെഡിക്സ് എന്നുള്ള പേരിലേക്ക് ആക്കി. ഒരു ഹെൽത്ത് കെയർ സർവീസിൽ നമ്മളൊരു ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ നടത്തി. ഞങ്ങളുടേതായ രീതിയിലൊരു CRM, സോഫ്റ്റ്വെയറും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിലോട്ട് ഞാൻ വരാനും. അപ്പോൾ ടിൻസിയുടെ റോൾ എന്താണ് അതിൽ? ഞാൻ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ക്ലയൻസ് ആയിട്ടാണെങ്കിലും ശരി, സ്റ്റാഫായിട്ടാണെങ്കിലും ശരി, ചേട്ടാ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു അത് റൺ ചെയ്യുന്ന, ആ ഷോ റൺ ചെയ്യുന്ന ആളായി മാറി. ഓക്കെ, ഇദ്ദേഹം തുടങ്ങി നേരെ മുൾക്കിരിയുടെ അടുത്ത് തലയിലോട്ട് വെച്ചാൽ നമ്മൾ റൺ ചെയ്തു. ആ കോൺഫിഡൻസ് ഉണ്ട്. അതെ, കുടുംബത്തെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് നോക്കാനുള്ള വരുമാനമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഉറപ്പായിട്ടും. നമ്മൾ വിദേശത്ത് പോകണ്ട. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ 2 പേരും സെയിം പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്ക് പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പേഷ്യൻ്റ് കെയർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ജെനുവിനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒരു ഫാമിലി പോലെ തന്നെയാണ് എല്ലാ ക്ലയൻസും നമ്മളോടുള്ളത്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ്, ഫാമിലിയുടെ ബ്ലെസ്സിങ്സും നമുക്കെപ്പോഴും ഉണ്ട്.
ആണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ളൊരു പ്രശ്നം പലപ്പോഴും ഈ ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയില്ല. അതെ അതെ പലപ്പോഴും ഇവരുടെ വിചാരം വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു കൊണ്ടുവന്നാൽ ഈ പേഷ്യൻറ്റിനെ നോക്കണം, ആ കൂട്ടത്തിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒരു പ്രൊഫഷണൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ. അതൊന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഉറപ്പായിട്ടും ഈ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ പോലും കുട്ടികൾക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഹോം കെയർ എന്ന് പറയുമ്പോഴത്തേനും ഒബ്വിയസ്ലി കുട്ടികളുടെ നമ്മുടെ ജോലിക്ക് വരുന്ന കുട്ടികളുടെ പേരൻസ് ഫസ്റ്റ് ഒപ്പോസ് ചെയ്യും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഇതിനല്ല, ഒരു ഹോം നേഴ്സ് ആവാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്, നിന്നെ പഠിപ്പിച്ചത് ഒരു പ്രൊഫഷണൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്നുള്ള രീതിയിലാണ് പറയണത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. കാരണം നമ്മൾ കണ്ടേക്കാൻ ട്രഡീഷണലി ഈ പറഞ്ഞ ഒരു ആൾ പോയിട്ട് വീട്ടിലെല്ലാം പണി ചെയ്യുന്നതാണല്ലോ കണ്ടേക്കണേ. അപ്പോൾ ഈ പ്രൊഫഷണൽ നഴ്സിംഗ് സർവീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ് അതിനെക്കുറിച്ചുള്ള അവയർനെസ് മൂലം ഇവർ ഫസ്റ്റ് പറയുന്ന ഒരു ഒപ്പോസിഷനാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന തലമുറയിൽ എല്ലാ നഴ്സുമാരും കുറച്ചു കാലം ഇന്ത്യയിൽ വർക്ക് ചെയ്തതിനു ശേഷം ഇവർ പുറത്തേക്ക് തന്നെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ തലമുറ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്കറിയാം, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അനാഥാലയമാകാൻ പോകുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ സീനിയർ ആൾക്കാർ മാത്രമേ ആകാൻ പോകുന്ന സ്ഥലമാണ്. അപ്പം ഒബ്വിയസ്ലി വരും തലമുറയിൽ ഇവരുടെ ഈ പേരൻസിനും പ്രായമാവും, മക്കൾ വിദേശത്തായിരിക്കും ജോലി ചെയ്യുന്നത്, ഈ നഴ്സുമാരെല്ലാം വിദേശത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവർ പോവുകയും ചെയ്യും. ആ സമയത്ത് വരുന്ന പുതിയ തലമുറയ്ക്കാണെങ്കിൽ പോലും ഈ ഹോം കെയർ അവർക്ക് അന്നും ഒരു എന്താ പറയുക, ഒരു കീറാമുട്ടിയായിരിക്കും, അവർക്ക് പറ്റത്തില്ല, അവർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ തലമുറ ഇതിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 months 1 year അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പോലെ ചെയ്യാൻ പറ്റിയാൽ ഇവരുടെ പേരൻസിന് അവർ പ്രായം കഴിയുമ്പോഴത്തേനും അതൊന്നും നോക്കാൻ ആരും വേണ്ടേ, ആരുണ്ടായിരിക്കും? ഇതൊരു ബിസിനസ് മോഡൽ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോം കെയർ അത്ര മോശം ജോലിയൊന്നുമല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിന് പകരം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും ചില കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞാൽ ഹോം കെയർ ആണ്. ഇപ്പം എല്ലാം പേഴ്സണലൈസ്ഡ് സർവീസാണ്. തീർച്ചയായിട്ടും അല്ലേ, കാലം മാറിയില്ലേ. നമ്മളൊരു ബാബ ഷോപ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യും, പൈസ ഉള്ളവർ വീട്ടിൽ വന്നിട്ട് ചെയ്യിക്കാൻ, വണ്ടി വീട്ടിൽ വന്ന് ചെയ്യുന്നവരുണ്ടാവും സർവീസ് ചെയ്യാൻ എന്ന് പറയുന്ന പോലെ. തീർച്ചയായിട്ടും ഇത് അത്രയേ ഉള്ളൂ, അത്ര അങ്ങനെ കണ്ടാൽ മതി. പിന്നെ എല്ലാവരുടെയും കൺസേൺ ആണ് സേഫ്റ്റി, പോയി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിരിക്കുമോ എന്നുള്ളത്. അതിനാണ് നിങ്ങളുടെ പോലുള്ള സ്ഥാപനങ്ങളുള്ളത്. അതെ അങ്ങനെ ഒരു കൺസേൺ എല്ലാവർക്കും ഉണ്ട്. അതുണ്ടെങ്കിൽ അത് പൂർത്തിയായി. ഉറപ്പായിട്ടും. അത് മാത്രമല്ല, ഞങ്ങൾ അസൈൻ ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ സ്റ്റാഫിനെ അസൈൻ ചെയ്യുന്നത് കൂടാതെ ഞങ്ങൾ സൂപ്പർവൈസറിനെ അസൈൻ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർവൈസർ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറിന് കൊടുത്തി കാണും ഓരോ പേഷ്യൻസിന് കൂടുതലും. അപ്പോൾ അത് അവരെയും വിളിക്കും, പേഷ്യൻറ്റിനെയും വിളിക്കുന്നുണ്ട്, നമ്മുടെ ആളെയും വിളിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവർക്ക് ആവറേജ് ഇപ്പോൾ ശമ്പളം എത്രയുണ്ട്? ഒരു നേഴ്സ് ആണെങ്കിൽ ഒരു 45,000 ആവറേജ്, അത്രയൊക്കെ സാലറി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ പോരാടുന്നത് ഇതിനേക്കാളും കുറച്ച് പണം കിട്ടാനാണ്, പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, അത് മാത്രമല്ല നമുക്കൊരു 1:1 കെയർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈംസ് കിട്ടുന്നുണ്ട്. അവർക്ക് പഠിക്കാം, എന്തൊക്കെ ചെയ്യാം അല്ലേ. കൂടുതലും നമ്മൾ കൂടുതൽ വരുന്ന ആൾക്കാർ പുറത്തേക്കുള്ള പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്തും പോയി നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഇത് തന്നെ ഇവിടെ നിന്ന് പണം ഉണ്ടാക്കാം. അവർ പ്രോസസ്സിംഗ് ടൈമിൽ എക്സ്പെഷ്യലി ജർമ്മനി ഒക്കെ പോലെ രാജ്യത്തേക്ക് പ്രോസസ് ചെയ്യുന്ന ആൾക്കാർ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച ശേഷം പ്രോസസ്സിംഗ് ടൈമിൽ ഒരു 6 months ഒക്കെ നമ്മുടെ കൂടുതൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ സമയം കിട്ടുന്നുണ്ട് അല്ലേ. അനിൽ, ഞാൻ താങ്കളെ ഈകളിൽ കാണുന്ന കാലം തൊട്ട് താങ്കൾ എൻ്റെ പുറകെയാണ്. ഒരു ആപ്പിൻ്റെ വിശേഷങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അതിലോട്ട് തിരിച്ചു പോകാം. ഉറപ്പായിട്ടും. കാരണം വേറെ പുറത്ത് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ആപ്പ് കേട്ടിട്ടില്ല. ഓക്കെ, നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, നമ്മൾ ഊബർ ഉപയോഗിക്കുന്നുണ്ട്, മറ്റേതുണ്ട്. ഇതെന്താണ് ഈ ആപ്പ്? ഓക്കെ, ഞാൻ ആപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ സാറിൻ്റെ സ്പാർക്ക് കുറേ വർഷങ്ങളായിട്ട് കാണാറുണ്ടായിരുന്നു. ഇപ്പം സംരംഭകർ ഈ പറഞ്ഞ പോലെ എങ്ങനെ സംരംഭം ഉണ്ടാക്കുമെന്ന് കെട്ടിപ്പിടിക്കുന്നു, അപ്പം എന്ന് ഇങ്ങനെ ഒരു ഹോട്ട് സീറ്റിൽ വന്നിരിക്കാൻ പറ്റും എന്നുള്ളൊരു അംബിഷനും ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ സാറിനെ പുറകെ വരുന്നതും തേടി പിടിക്കുന്നതും ഈഗിളിൽ ഞാൻ പങ്കെടുക്കുന്നതും. അവിടെ നിന്നാണ് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, എങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്താം നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഒരു തോട്ട്സിൽ ഇപ്പം ഞങ്ങൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ വൈസ് അല്ലെങ്കിൽ ഒരു ഏരിയ വൈസ് നമുക്ക് സ്റ്റാഫുകൾ അലോക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂർ പോലെ ഒരു 100 കിലോമീറ്റർ റേഡിയസ് ഉള്ളൊരു സിറ്റിയിൽ നമുക്ക് വരുന്ന കോൾസ് ഡിഫറൻറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഓരോ ഏരിയയിൽ ആരാണ് അവൈലബിലിറ്റി ഉള്ളത്, എങ്ങനെ അവരെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിപ്പോഴും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഈ പറഞ്ഞ പോലെ ഒരു ആപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്തു. അപ്പം ആപ്പിന് അത് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം, അതായത് ലോങ് ടേം കെയർ ആയിട്ട് വർക്ക് ചെയ്യാം, ഷോർട്ട് ടേം ആയിട്ട് സർവീസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി പോയിട്ട് ചെയ്തിട്ട് വരിക, ഡ്രസ്സിങ്ങിന് പോവുക, അങ്ങനെ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാ നഴ്സുമാരും അല്ലെങ്കിൽ എല്ലാ പാരാമെഡിക്കൽസും ഹെൽത്ത് കെയർ പ്രൊഫഷൻസും ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. കാരണം അറിയാമല്ലോ, നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്, ഒരു മാന്യമായ ഒരു വേതനം നഴ്സുമാർക്ക് സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം നിലവിലില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഹെൽപ്ഫുൾ ആകുമെന്നുള്ള ചിന്തയിൽ നമ്മൾ
ആൾക്കാർക്ക് നമ്മുടെ കൂടുതൽ പാർട്ട് ടൈം ആയിട്ടും ജോയിൻ ചെയ്യാം. അവരുടെ ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് കഴിഞ്ഞിട്ട് 6 hours അല്ലെങ്കിൽ 8 hours ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പറഞ്ഞു തരും ഇന്ന ഏരിയയിൽ ഇന്ന ആൾ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം. പേഷ്യൻസിനും അതൊരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇതിലൊരു അൺസർട്ടൺ ഉണ്ട്. കാരണം ഇതൊരു ഓർഗനൈസ് സെഗ്മെൻ്റ് അല്ല, ഇതുവരെ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടില്ല. റേറ്റുകൾ അല്ലെങ്കിൽ ചാർജസ് പറയുമ്പം ഇപ്പം ഞാനൊരു നേഴ്സാണ്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ അടുത്തൊരു ഒരു പേഷ്യൻ്റ് ഒന്ന് അപ്രോച്ച് ചെയ്ത് ചോദിക്കണം എൻ്റെ വീട്ടിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമോ എന്ന് നോക്കുമ്പോഴത്തേനും ഓക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എനിക്ക് തോന്നുന്ന പൈസ ഞാൻ പറയണേ. ഓക്കെ എനിക്ക് 1000 രൂപ വന്നേക്കാം. അപ്പോൾ കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, പേഷ്യനും അറിയത്തില്ല. ഓക്കെ അപ്പോൾ എന്നെ അറിയാമെന്നുള്ള വിശ്വാസത്തിന് പുറത്ത് അവരെ സമ്മതിച്ച് എടുക്കും. അപ്പോൾ അവിടെ കൊടുക്കുന്ന പൈസ ഒക്കെ അതിന് വാല്യൂബിൾ ആണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞ് കസ്റ്റമർക്ക് അറിയത്തില്ല. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഞാൻ മേടിച്ചെടുക്കുക. കാരണം എനിക്ക് വല്ലപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, കിട്ടുന്ന പൈസ ഞാൻ ഉറപ്പായിട്ടും യൂട്ടിലൈസ് ചെയ്ത് ശ്രമിക്കും. അപ്പോൾ അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്യുക, ഓരോ പ്രൊസീജിയർ വൈസ് ചാർജസ് ഉണ്ടാക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ഏർണിങ്സ് സ്റ്റാഫിന് കൊടുക്കുക. പിന്നെ ഈ ടൈം കൺസംഷൻ, അപ്പോൾ എനിക്ക് കിട്ടുന്ന പേഷ്യൻ്റ് ചിലപ്പോൾ 10 കിലോമീറ്റർ അകലായിരിക്കാം. ബാംഗ്ലൂരിലത്തെ ഒരു 10 കിലോമീറ്റർ പോകണമെങ്കിൽ മിനിമം 1 hour സമയം നഷ്ടമാണ്. തിരിച്ചു വരും വീണ്ടും 1 hour, അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം വേറെ. അപ്പോൾ നേരെ മറിച്ച് നമുക്ക് ആ ലൊക്കാലിറ്റി തന്നെ എവിടെയാണോ ഈ നമ്മുടെ സ്റ്റാഫ് ഉള്ളത് അല്ലെങ്കിൽ പാരാമെഡിക്സ് ഉള്ളത്, അവരുടെ ലൊക്കാലിറ്റി തന്നെ ഒരു 1 kilometer 2 kilometers അല്ലെങ്കിൽ 5 kilometer റേഡിയസിൽ മൾട്ടിപ്പിൾ പേഷ്യൻസ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് കൂടുതൽ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ വാല്യൂ ഓഫ് മണി എന്നുള്ള സാധനം അവിടെ ട്രാഫിക് ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഭയങ്കര ഹ്യൂജ് ആണ്. അതെ, ലോക്കലൈസ് സോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഇവരെല്ലാം നിങ്ങളുടെ സൈറ്റിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? താല്പര്യമുള്ളവർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യും. അവരുടെ പ്രൊഫൈൽ അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അവരുടെ ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ്, എക്സ്പീരിയൻസുകൾ. എങ്ങനെ നിങ്ങൾ വെരിഫൈ ചെയ്യും പിന്നീട്? ഈ പറഞ്ഞ ആൾക്കാരെ നമ്മൾ ഫിസിക്കലി ഓഫീസിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. കണ്ടക്ട് അവരെ അപ്പോയിന്റ് അല്ലെങ്കിൽ ഇനിഷ്യലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ പ്ലാറ്റ്ഫോം അല്ലേ, അപ്പം അതിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ട്രെയിനിങ്ങും ഗ്രൂമിങ്സും കാര്യങ്ങളും കൊടുത്ത് എങ്ങനെ ഒരു പേഷ്യൻറ്റ് ഫാമിലിയായിട്ട് ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ അവർ ഓൺ ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓൺ ബോർഡ് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ? ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 150 ആൾക്കാർ നമ്മളിപ്പം ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടുതലാണല്ലേ? അതെ, നമ്മളിത് മൾട്ടിപ്പിൾ സിറ്റികളിലോട്ട് വ്യാപിപ്പിക്കാനും ആണ് പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നിയർ ടു സിറ്റി ആയ കൊച്ചി, അതുപോലെ ചെന്നൈ, മംഗലാപുരം, പൂനെയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാനുകളാണ്. അതെ അതെ, കാരണം ഈ ആപ്പ് എവിടെ വേണേൽ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാം. അതെ അതെ, എവിടെ വേണമെങ്കിലും ചെയ്യാം. എവിടെ വേണം, നമുക്ക് ദുബായിൽ പോയാലും ഇത് പ്ലഗ് ആൻഡ് പ്ലേ ഓപ്പറേഷൻ നമുക്ക് ഈസി ആക്കാൻ തോന്നുന്നു അല്ലേ? അതുപോലെ ഞങ്ങൾ ആംബുലൻസുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനും തിരിച്ച് വരണമെങ്കിലും ഒരു സവേർ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എമർജൻസി കോളിന് പോലും 108 അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ ആംബുലൻസുകളൂടെ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഇതുവഴി നമുക്ക് ആംബുലൻസും ആക്സസ് ചെയ്യാം. അതെ അതെ, ആംബുലൻസ് മാത്രമല്ല എല്ലാം മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും നമ്മളൊരു ഇൻവെന്ററി പോലും ഓരോ പേഷ്യൻസിനും സെപ്പറേറ്റ് ഇൻവെന്ററി പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനും ഒബ്വിയസ്ലി പേഷ്യൻ്റ് ഫാമിലീസ് എല്ലാം പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് എന്ത് നടക്കുമെന്ന് അവർക്കറിയില്ല. അപ്പം ഡെയിലി സ്റ്റാഫ് മോണിറ്റർ ചെയ്യുന്ന വൈറ്റൽസ്, അവരുമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇൻ കേസ് മെഡിസിൻസ് കൊടുത്തോ ഇല്ലയോ, കൊടുത്ത എത്ര മണിക്ക് കൊടുത്തു, മെഡിസിൻ ഇനി ഇപ്പം എത്ര എണ്ണം ബാലൻസ് ഉണ്ട്, ഇനി അല്ലെങ്കിൽ ഇൻവെന്ററി തീരാൻ പോകുന്നുണ്ടോ, അടുത്ത് എപ്പോൾ പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ആ പേഷ്യൻ്റായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മുടെ ആപ്പ് വഴി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ സാധ്യതകൾ തുറന്നിടുകയാണ്. ബാംഗ്ലൂരാണ്, ഇനി ഹൈദരാബാദ് പോകണം, ചെന്നൈ പോകണം, കൊച്ചിയിൽ വരണം, വലിയ സ്വപ്നങ്ങളാണ്. അതെ, അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ കേട്ടു അനിലും ടിൻസിയും രണ്ടുപേരുടെയും ജീവിത അനുഭവങ്ങൾ നിങ്ങൾ കേട്ടു. വളരെ എളിയ തുടക്കമായിരുന്നു. രണ്ടുപേരും നേഴ്സ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തവരാണ്. നമ്മുടെ നാട്ടിൽ ഈ മാലാഖമാർ സമരം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരു ഡോക്ടർ എന്താണോ അതിൻ്റെ ഒരു കോയിൻ്റെ മറുവശമാണ് ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ. രണ്ടുപേരും ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഡോക്ടർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം, വേതനം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ പോലെയുള്ള ആൾക്കാരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഇല്ലെങ്കിൽ ഇവർ വിദേശത്തേക്ക് പോകും. വിദേശത്തേക്ക് പോകുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലോ അമേരിക്കയിലോ ഈ കാണുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിലും എല്ലായിടത്തും നമ്മുടെ ജീവിതം കുറച്ച് പണമുണ്ടാക്കൽ മാത്രമല്ല, നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ നാട്ടിലും പണം ഉണ്ടാക്കാൻ സാധിക്കണം. അതിനാദ്യം നമ്മുടെ ഈഗോ എന്നെടുത്ത് കളയേണ്ടി വരും. കാരണം ഈ പറയുന്ന അനിലും ടിൻസിയും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ഹോം കെയർ എന്ന് പറയുന്നത് അത് നമുക്ക് ഭാവി അത് തന്നെയാണ്. കാരണം നമ്മളെല്ലാം പേഴ്സണലൈസ്ഡ് സർവീസാണ്. ഇനി വീട്ടിൽ ചെന്ന് സെർവ് ചെയ്യേണ്ട കാലമാണ്. അതിലൊരു മോശം വിചാരിക്കാനില്ല. അതിന് പ്രൊഫഷണലായിട്ടുള്ള നല്ല കമ്പനികൾ വഴി ചെയ്യുകയാണെങ്കിൽ നല്ല വേതനം ലഭിക്കുന്നുമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം നല്ല സംരംഭങ്ങളും ആശയങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവട്ടെ. അതുപോലെ ടിൻസിയുടെ അനുഭവം നിങ്ങൾ കേട്ടതാണ്. ചില അനുഭവങ്ങൾ നമ്മളെ കരുത്തരാക്കും എന്ന് പറയുന്ന പോലെയാണ്
ഏതൊരു സംരംഭത്തിലും മാതൃകാപരമായ കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഒരു ഭർത്താവ് തുടങ്ങിയ ഒരു സംരംഭത്തിലേക്ക് ഭാര്യ വന്ന് ചേർന്നപ്പോൾ അതിൻ്റെ വളർച്ചയുണ്ടായി. ഇത്തരം സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. അനിൽ, ടിൻസി, വളരെ സന്തോഷമുണ്ട് ഹോട്ട് സീറ്റിൽ നിങ്ങളെ വരുത്തി പ്രേക്ഷകരോട് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ. എനിക്ക് ഉറപ്പാണ് ഈ സ്ഥാപനം ഇനിയും വളരും, ഇതിനേക്കാളുമൊക്കെ വളരും. അതിന് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതോടൊപ്പം 1600-ൽ പരം നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്.